ഇതൊരു വീക്കെൻഡ് വീഡിയോ ആണ്. നമ്മൾ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാറ്റർഡേയ്സും മാക്സിമം പുറത്തിറങ്ങാൻ ട്രൈ ചെയ്യാറ്. അപ്പോൾ ഈ സാറ്റർഡേ നമ്മൾ മോൾ ഓഫ് ട്രാവൻകൂറിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. എൻ്റെ സൗണ്ടിന് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഇന്നലെ ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ട് എൻ്റെ സൗണ്ടൊക്കെ അടിച്ചു പോകും. എനിക്ക് സൺഡേസ് പുറത്തിറങ്ങുന്നത് ഇഷ്ടമല്ല കേട്ടോ. സൺഡേ എപ്പോഴും വീട്ടിനുള്ളിൽ ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. സാറ്റർഡേ ആണ് നമ്മൾ കുറച്ചൊക്കെ പുറത്തോട്ട് പോകുന്നത്. രാവിലെയൊക്കെ വെറുതെ ഇരുന്നിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 4 മണിക്ക് നേരെ പോയി ചായ കുടിക്കാറാണ്. ഞാനും ഇത്തായും തമ്മിലുള്ള കോമൺ ഫാക്ടർ ചായയാണ് കേട്ടോ. നമ്മുടെ തുടക്കവും ഒടുക്കവും ചായയിൽ തന്നെ ആയിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരു പണിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞങ്ങൾ രണ്ടാൾക്കും കൂടി ചേർത്തിട്ട് എപ്പോഴും 4 ചായയാണ് നമ്മൾ ഓർഡർ കൊടുക്കാറ്. നമ്മൾ സംസാരിച്ച് സ്നാക്കിന്റെ കൂടെ ആദ്യത്തെ ചായ കുടിക്കും. അതൊക്കെ കഴിഞ്ഞ് ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ചായ കുടിക്കും. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിശക്കാൻ തുടങ്ങി. ഞാൻ കുറേ മാസങ്ങളായിട്ട് ഷുഗർ കട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ റിയാലിറ്റിയിൽ അത് നടക്കുന്നില്ല. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിന്റെ ഇടയിൽ കുറച്ച് ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യമെന്നാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നാറ്. അപ്പൊ ഞാൻ ഈ വാങ്ങുന്ന ഐസ്ക്രീമാണ് ഇന്നത്തെ എൻ്റെ സൗണ്ട് അടിച്ചു പോകാനുള്ള റീസൺ. ഞാൻ ഐസ്ക്രീം വാങ്ങി തിരികെ വന്നപ്പോൾ ഇവിടെ രണ്ടാളും ഫലൂഡയൊക്കെ സെറ്റാക്കിയിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഫേസ് ഒന്നും കാണിക്കാതെ വീഡിയോ ഇട്ടിട്ട് പോലും എന്നെ ഐഡന്റിഫൈ ചെയ്ത ഒരാൾ വന്ന് എന്നോട് സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഫീൽ ചെയ്തത്. ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ആൾ എൻ്റെ അടുത്തെത്തിയത്. അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബറിനെയൊക്കെ കണ്ട് സന്തോഷം പങ്കുവെച്ചിട്ട് ഞങ്ങൾ നേരെ ഗെയിംസ് കളിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാ ആഴ്ചയും സെയിം ആക്ടിവിറ്റീസും സെയിം ഗെയിംസ് ഒക്കെ തന്നെയാണ് കളിക്കാറ്. പക്ഷെ ഒരിക്കലും നമുക്ക് മടുപ്പ് ഫീൽ ചെയ്തിട്ടില്ല. മേ ബി നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആയതുകൊണ്ടായിരിക്കും അതൊരിക്കലും നമുക്ക് മടുക്കാത്തത്. ഞങ്ങളെ രണ്ടാളെയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് വൈബ് തള്ളമാരെന്നാണ്. മക്കളുടെ കൂടെ വന്ന് അവരെയും കാട്ടി എൻജോയ് ചെയ്യുന്നത് നമ്മൾ 2 വലിയ പിള്ളേരാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല പക്വതയോടെ ചിന്തിക്കാനും പക്വതയോടെ പെരുമാറേണ്ടയും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം നമ്മളത് ചെയ്താൽ മതി. അനാവശ്യ മെച്യൂരിറ്റി കാണിച്ച് നമ്മൾ നമ്മുടെ ലൈഫിനെ കുളമാക്കാൻ നിൽക്കരുത്. കാരണം ഇന്ന് കിട്ടുന്ന സന്തോഷം നമുക്ക് നാളെ കിട്ടണം എന്നില്ല. അപ്പം നമുക്ക് ഇന്ന് കിട്ടുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ നമ്മൾ 4 കുട്ടികളും ഗെയിംസ് കളിച്ചു, ആക്ടിവിറ്റീസ് ചെയ്തു, മിഠായി പെറുക്കി. ഇനി എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ 4 പേര് നിൽക്കുന്നത്. എൻ്റെ മോൻ പിന്നെ പഞ്ചാബി ഹൗസിലെ ദിലീപിനെ പോലെ പോണ പോക്കിൽ എന്തെങ്കിലുമൊക്കെ പണി തരും. ഈ കാണുന്നത് എനിക്ക് സ്ഥിരം കിട്ടുന്ന ഒരു പണിയാണ്. ഇവൻ പോകുന്ന പോക്കിൽ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാറാണ്. ഇന്നവൻ നല്ല കുട്ടിയായിരുന്നുകൊണ്ട് മാത്രം ഞാൻ ഇന്നവൻ ചോദിച്ചത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത പരിപാടിയായ ബലൂൺ പൊട്ടിക്കൽ ചടങ്ങ്. ഇത് ഇത്താടെ നിർബന്ധത്തിൽ കയറിയതാണ്. ഇന്ത്യൻ ആർമിക്ക് കിട്ടാതെ പോയ ഒരു ജവാനാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെ ഇരുന്ന എല്ലാ തോക്കും എടുത്ത ആള് കറക്റ്റായിട്ട് ഉന്നം വെക്കുന്നുണ്ട്. ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ നിൽക്കുന്ന നിപ്പ് കണ്ട ആളിപ്പോൾ അവിടെ ഉള്ള ബലൂണ് ഫുള്ള് പൊട്ടിക്കുമെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ അല്ല. ഇത് ഈ കാണുന്ന പോലെയല്ല, ഭയങ്കര പാടുള്ള പരിപാടിയായിരുന്നു. ഞാൻ 3 വട്ടം തോറ്റിട്ടാണ് ഇത്തയുടെ കയ്യിൽ വീണ്ടും കണ്ണ് ഞാൻ തിരിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചെറിയൊരു ഷോപ്പിങ്ങിന് കയറിയിട്ട് ഫുഡ് കഴിച്ച് വീട്ടിലെത്താന്നുള്ള പ്ലാനിലെത്തി. വെറുതെ കാണിക്കുന്നേ ഉള്ളൂ, വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫുഡ് തന്നെയാണ് മെയിൻ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ വിശപ്പിന്റെ അസുഖം വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാളും, കൂടെ ഞങ്ങളുടെ 2 മക്കളും. ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഡിന്നർ കുറച്ച് ലൈറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് ഫുഡ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് പുതിനേൻ്റെ ഇലയിട്ട് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഈ യാത്ര അങ്ങ് അവസാനിപ്പിച്ചു. എല്ലാ വീക്കെൻഡിലും മാത്രം ഒരു ലോങ് വീഡിയോ ഇടണം എന്നാണ് തൽക്കാലം ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നടക്കുമോ നോക്കാം.